ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകാം. അതിനാധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധികാരം അതിൻ്റെ 29-ാമത്തെ വാക്യം അതിൽ വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 29. பலவானை முந்தி கட்டினாருடைய பலவானுடைய வீட்டுக்குள் ஒருவன் புகுந்து அவன் உடைமைகளை எப்படி கொள்ளையிடக்கூடும்? கட்டினாரே ஆகில் அவன் வீட்டை கொள்ளையிடலாம். ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാലത്തിലുള്ള യേശു പരസ്യ ശുശ്രൂഷയൊക്കെ നടത്തി പോകുമ്പോൾ അവിടെ പറയുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അനേക വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അനേക കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ എഴുന്നേറ്റ് നടക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരെയൊക്കെ കൊണ്ട് വരുന്നു കർത്താവിൻ്റെ അടുക്കലേക്ക്. കർത്താവ് എവിടെ ഉണ്ടോ അവിടേക്കെയും ജനത്തിൻ്റെ വലിയൊരു തിരക്കേറിയ ഒരു കൂട്ടമായിട്ടൊക്കെ കാണാൻ കഴിയും. ഒരിടത്ത് ഒരിക്കൽ കർത്താവ് ഇരിക്കുമ്പോൾ അവിടെ ഒരു തളർവാദ രോഗിയെ 4 പേര് ചുമന്നു കൊണ്ടുവന്ന് അടുത്തുപോലും കൊണ്ടുവരാൻ പറ്റാതെ വളരെ ബന്ധപ്പെട്ട് അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചൊക്കെ ഇറക്കി. അങ്ങനെ അനേക അത്ഭുതങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന്, സാത്താനെ കൊണ്ടാണ് ഒഴിപ്പിക്കുന്നത് എന്ന് പരീശന്മാർ പറയാനിടയായിത്തീർന്നു. ഒന്ന് വായിച്ചാട്ട് അതിൻ്റെ 24-ാമത്തെ വാക്യം, അതേ അധ്യായത്തിൻ്റെ 12-24. പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം പറഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നെ തന്നെ ശുദ്ധിച്ചു എങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നെ തന്നെ ശുദ്ധിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ശുദ്ധിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പിൽ വായിച്ച വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ മുമ്പേ പറഞ്ഞ മുമ്പമായിട്ട് പറഞ്ഞ കാര്യവുമായിട്ട് അതും അതിൻ്റെ 22-ാമത്തെ വാക്യം തൊട്ട് അതിൽ കാണാം. അപ്പോൾ ഒരിക്കലും പിശാചിനെ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പിശാച് എപ്പോഴും എവിടെയാ? ഒരു നീരില്ലാത്ത സ്ഥലം നോക്കിയാണ് ഓടി നടക്കുന്നത്. അവൻ എവിടെയെങ്കിലും കയറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു വ്യക്തി ആവശ്യമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഭൂതഗ്രസ്തരെയും തളർവാദ രോഗിയും ബന്ധിക്കപ്പെട്ടവരെ ഒക്കെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? സൗഖ്യമായി മാറുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. തന്നെ എന്തിനു വേണ്ടി അയക്കപ്പെട്ടോ ആ അയച്ച് കാര്യങ്ങളൊക്കെ നിവൃത്തീകരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ കാണുന്നത് ബലവാനെ എങ്ങനെയാണ് പിടിച്ചു കെട്ടാൻ പറ്റുന്നത്? അതാണ് നമ്മുടെ ചിന്ത. നമുക്ക് എങ്ങനെയാണ് പിടിച്ചു കെട്ടാൻ പറ്റുന്നത്? ഇന്ന് നമുക്ക് നമ്മളുടെ സഭയിൽ തന്നെ ഇങ്ങനെ ഒരു ബലവാൻ കടന്നുകൂടിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ട് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന
അവരുടെ മനസ്സിനെ ആ സമയത്ത് ഒഴുക്കിക്കളയുന്ന, അവരെ ഇന്ന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഇങ്ങനെ ഒരു ബലവാൻ ഉണ്ട്. ഈ ബലവാനെ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടിയേ പറ്റത്തുള്ളൂ. ഈ ബലവാനെ പിടിച്ചു കെട്ടാതെ ഒരിക്കലും ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട്, കാരണം കടന്നു വരുന്നവർ പോലും എന്ത് ചെയ്യുന്നു? കടന്നു വരാത്ത വീടുകളിലായിരിക്കുന്നു. അവർക്ക് പോലും ഇന്ന് ഞാൻ ഈ മെസ്സേജൊക്കെ എടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചതൊന്നുമല്ല. എന്നാൽ ദീർഘനാളുകൾക്ക് മുമ്പേ ഞാൻ ഇത് ചിന്തിച്ചു വെച്ച ഒരു സംഭവം തന്നെയാണ്. ഇന്ന് പ്രസംഗിക്കേണ്ട ആള് വരാത്തത് കൊണ്ട് എനിക്ക് ഇത് ഇന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അത് പ്രകാരമാണ് ഇന്ന് ഈ ദൈവവചനത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളുടെ കൂടെ ആരാധിക്കുന്നവരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടച്ചു കളയണം. അതിനെ പിടിച്ചു കെട്ടാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സഭ ഒന്നടങ്കം എന്ത് ചെയ്യണം? ഒരുമിക്കണം. സഭ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകുന്നുള്ളൂ. ഈ ഭാഗം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ബലം എങ്ങനെയാണ് ബലവാനാകുന്നത് എന്നുള്ള നമുക്കൊന്ന് കാണാം. അതിന് ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 13-ാം അധികാരത്തിലോട്ടൊന്ന് വന്നിട്ട് ശിംശോനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഒരല്പസമയം. അതിന്റെ 13-ന്റെ 1 മുതൽ 5 വരെ ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായവരോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, ശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ശൗരക്കത്തെ തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. അപ്പം ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രസവിക്കാത്ത ഒരു സ്ത്രീ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ സ്ത്രീയിലൂടെ ഒരു മകനെ പ്രസവിച്ച് ആ മകൻ വളർന്ന് അവൻ്റെ തലയിൽ നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൽ 1 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ആ ജനനത്തിൻ്റെ മുടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് വളരാൻ വിടുന്നത്. പെൺപിള്ളേരാണെങ്കിൽ വളരുന്തോറും വെട്ടിക്കൊണ്ടിരിക്കുക, എന്തിനു കൂടുതൽ വളരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ പറയുന്നു ഒരിക്കലും ശവരക്കത്തി പോലും വെക്കരുതെന്ന്. അപ്പോൾ കാരണം അവൻ്റെ ശക്തി മൊത്തം എവിടെയാണ് ഇരിക്കുന്നത്? തലയുടെ മുടിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആദ്യം തന്നെ അങ്ങോട്ട് ദൂതനെ കൊണ്ടങ്ങ് പറയിപ്പിച്ചത്, അവിടെ തൊട്ട് പോരുന്നു. അപ്പോൾ അതിൻ്റെ 13, 14, 15, 16 ഈ 3 അധ്യായങ്ങളിൽ 4 അധ്യായത്തിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേന് നമുക്കവിടെ കാണാം. അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച, 13-ന്റെ 7 ഒന്ന് വായിച്ചേ. അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട് 13-ന്റെ 7 അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യം കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീറായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്നു. ജനിപ്പാനിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്താണോ പറഞ്ഞത് അത് അനുസരിച്ചാൽ മാത്രമേ ആ ദൈവത്തിന്റെ ശക്തി ലഭിക്കത്തുള്ളൂ. നമ്മളിന്ന് സങ്കീർത്തനത്തിലും അത് തന്നെയല്ലേ കേട്ടത്. ആദ്യം തന്നെ
യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഭാഗ്യവാൻ. അപ്പോൾ ഒരു ദൈവഭയം ജീവിതത്തിൽ എപ്പോഴും വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശക്തിയും ദൈവഭക്തിയും മുറുകെ പിടിക്കാൻ കഴിയത്തുള്ളൂ. ഈ ബാലനെ കുറിച്ച് അവന് വീഞ്ഞും മദ്യവും ഒന്നും അവൻ തൊടുക പോലും ചെയ്യരുത്. എങ്ങനെയായിരിക്കണം? വിശുദ്ധനായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നവരെ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വാക്യം പറയുന്നത് ഒന്ന് വായിച്ചേ. മനോഹര അവനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വാക്കുത്തത്വം കൊടുത്ത പോലെ മച്ചിയായിരുന്ന സ്ത്രീക്ക് മകനെ കൊടുത്ത് അത് അവൻ ജനിച്ചു കഴിയുമ്പോൾ ആ വാക്കുത്തത്വത്തെ എങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നുള്ള ദൈവ ആലോചനയെ കുറിച്ച് അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലർക്കും ദൈവ ആലോചന ഇല്ല. എന്നൊന്നും ചിന്തിച്ചു നോക്കിയ ദൈവാലോചന ഇല്ല. ഈ ദൈവാലോചന ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നറിയോ? ജനം വഴിവിട്ട് മര്യാദ കെട്ട് നടക്കുന്ന പോലെ ഉള്ള ജീവിതത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിന്റെ അടുത്തതായിട്ട് അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ പുറകോട്ട് മാറിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ മനോഹരും ഭാര്യയും എന്ത് ചെയ്തു? ദൈവത്തെ കണ്ടു, നമസ്കരിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ അവര് സാഷ്ടാംഗം വീണ് ഇത് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ 14-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്നയിലേക്ക് പോയി തിന്നക്കരികിലുള്ള മുന്തിരിത്തോട്ടങ്ങൾ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കിരിക്കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഈ പൈതൽ എന്ന് പറഞ്ഞത് ബാലൻ ശിംശോനാണ്. ഈ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? കരടി എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെ പോലെ കീറി കളഞ്ഞു. കാരണം ശക്തി, ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ നേരെ ആരും, എന്റെ നേരെ കർത്താവ് പറഞ്ഞു എന്റെ നേരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ ഒരു ദോഷവും നിങ്ങൾ പറയരുതെന്ന് പറയുന്നത്. കാരണം അവിടെ അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഒരിടത്തും അതിന് എന്താണ് ഒരു മാപ്പും ഇല്ല എന്ന് വെച്ചാൽ ഒരു ക്ഷമിക്കപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങളോട് ഇടപെടുന്നുവോ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അധികം ശക്തിപ്പെടണം, അധികം ബലത്തിലേക്ക് നമ്മെ ദൈവം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ സിംഹത്തെ തകർത്ത് കളയാൻ കഴിഞ്ഞത്. അതിന്റെ 8 ഒന്ന് വായിച്ചേ. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോവുകയും അല്ല, അതിന്റെ മുമ്പ് നമ്മള് അതിന്റെ 7 കൂടെ വായിച്ചിട്ട് വേണം അതിന് വായിക്കാൻ. 7 മട്ടും. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു, അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോവുകയും സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടം തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്തുകൊണ്ട് തിന്നുകൊണ്ട് നടന്നു. അപ്പനെയും അമ്മയുടെയും അടുക്കൽ ചെന്നു അവർക്ക് കൊടുത്തു, അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്ത് എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്ന വഴിയിൽ അവിടെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. പുള്ളിക്ക് അങ്ങ് ഇഷ്ടം വരുന്നുണ്ട്. ഇന്ന് പലരും അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്നവരും പലരെയും കാണുമ്പോഴത്തേന് അങ്ങ് പല ഇപ്പൊ ഇതിവിടെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്,
എന്നാൽ നമ്മൾ അത് വിട്ടേക്കാം. പല വിഷയത്തിലും പല മനോഹരമായിട്ടുള്ള പല കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുക. ചെല്ലുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവിടെ സംഭവിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും അവിടെ നിന്ന് തെറ്റി മാറിപ്പോകാൻ ഇടയാകുന്നു. ദൈവം ആദ്യം എന്താണോ കൽപ്പിച്ചത് അതൊക്കെയും വിട്ടുമാറി പോകുന്ന ഒരു വഴിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവര് ആ സ്ത്രീയെ കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി. പുള്ളിക്ക് ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് വീണ്ടും അതുവഴി ഒന്ന് കടന്നു വരാൻ ഇടയായി തീർന്ന്. പിന്നെയും നമുക്ക് അങ്ങനെ തോന്നും, പണ്ടത്തെ ഇതിലേക്ക് ഒന്ന് തിരിഞ്ഞൊന്ന് പോയാലോ എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ തോന്നി പോകുമ്പോഴാണ് അന്ന് വലിച്ചു കീറി കൊന്ന സിംഹത്തിന്റെ അതിന്റെ എല്ലും കൂടത്തിന്റെ അകത്ത് എന്ത് ചെയ്തു? തേനീച്ച കൂട് വെച്ച് അവിടെ ഇരിക്കുകയാണ്. ആ തേനീച്ച കൂട് വെച്ചിരിക്കുമ്പോൾ ആ തേനീച്ച എന്ത് ചെയ്തു? തേനെടുത്ത് അവിടെ നിന്ന് കഴിക്കുമ്പം അവിടെയും അദ്ദേഹം പറയുന്നില്ല, ശിംശോൻ പറയുന്നില്ല അപ്പനോടും അമ്മയോടും, ആരോടും പറയുന്നില്ല. അത് അവർക്കും കൊടുത്ത് കഴിക്കുന്നു. അങ്ങനെ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ശിംശോന്റെ മേൽ കടന്നു വരുന്നുണ്ട്. പല ഘട്ടങ്ങളിലും കടന്നു വരുന്നുണ്ട്. ഇത് കടന്നു വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ശക്തി ശിംശോന്റെ മേൽ വെളിപ്പെടും. അപ്പോൾ ഫെലിസ്ത്യർക്ക് ഒരിക്കലും ശിംശോനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ശിംശോനെ തോൽപ്പിക്കാതെ ശിംശോൻ ജയിച്ചുകൊണ്ടായിരിക്കുന്നത്. അവസാനം ശിംശോന് ചെന്നുപെട്ടത് എവിടെയാണ്? ഇതേ ഒരു സ്ത്രീയുടെ അടുത്തോട്ടാണ് ചെന്നുപെടുന്നത്. നമുക്ക് അതിന് മുമ്പായിട്ട് ഈ ബലവാൻ എന്ന് പറയുന്നത് മാർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വചനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഈ ശിംശോന്റെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ 17 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. 14 ഏഴാം ദിവസം സൂര്യൻ അസ്തമിക്കുകയും മുൻപേ പട്ടണക്കാർ അവനോട് തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തെക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എന്റെ പശുക്കിടാവിനെ പൂട്ടി വിടുന്നില്ലെങ്കിൽ എന്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്നു അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായ തോഴന്റെ ഭാര്യയായി തീർന്നു. അപ്പോൾ ഈ കല്യാണം കഴിച്ചതും പോയി, എല്ലാം പോയി. ദൈവത്തിന്റെ ആത്മാവ് വന്നു, 30 പേരെ കൊന്നു. കാരണം പുള്ളിക്ക് ഒരു സ്ഥിരതയില്ല. പുള്ളി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 30 പേരെ കൊന്നതും എടുത്തൊക്കെ ശരി തന്നെയാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ സ്വന്തം ഭാര്യ പുള്ളിയുടെ അടുത്തില്ല, വേറൊരുത്തിന് ഭാര്യയായി മാറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഇത് ചരിത്രമാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് എന്തുകൊണ്ടാണ് പല സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പലതിലും നമ്മൾ വീണുപോകാൻ ഇടയായിത്തീരുന്നത്. നമുക്കെന്നുള്ളത് ദൈവം നൽകി തന്ന, ഒരിക്കലും ദൈവം എടുത്തു കളയാത്ത ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു ദാനം. അത് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമുക്കുള്ളതിനെയൊക്കെയും ദൈവം എന്ത് ചെയ്യും? സുരക്ഷിതമായിട്ട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ എന്തിനാണെന്ന് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബലവാൻ എവിടെയൊക്കെയാണ് ഈ ബലവാൻ കടന്നുകൂടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണ് കടന്നുകൂടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് അതിന് എല്ലാത്തിനും ഒരു ക്രമം വേണം, എല്ലാത്തിനും ഒരു ചിട്ട വേണം. നമ്മൾ വൈകുന്നേരമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം ഒരുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നിരിക്കണം. നമ്മുടെ ആരാധനയുടെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ധൈര്യത്തോടെ പറയണം, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോകേണ്ട ദിവസമാണ്. എനിക്ക് അത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യണം? ഹൃദയത്തോട് ഉദ്യമിച്ചുകൊണ്ടിരിക്കണം. ശിംശോനോട് ഉദ്യമിച്ചുകൊണ്ടിരുന്ന പോലെ ഉദ്യമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പോൾ വരണ്ട,
അതോ നിങ്ങൾ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇത്ര മണിക്ക് എത്തും, ആ സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക, നമുക്ക് ഒന്നിച്ച് അല്പനേരം സന്തോഷിക്കാം എന്നാണ് പറയേണ്ടത്. അതല്ലാതെ നമ്മുടെ കർത്താവിനെക്കാട്ടിലും നമുക്ക് ആയുസ്സും ആരോഗ്യവും നമുക്ക് ജീവനും നൽകി തരുന്ന ദൈവത്തിനെക്കാട്ടിലും വലുതാണോ നമ്മുടെ സ്നേഹിതർ, അല്ല നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂട്ടുകാർ ആണോ? ഒന്നുമല്ല. ഇവരൊക്കെ താൽക്കാലികമായിട്ട് വരുന്നവരാണ്. കള്ളൻ വരുന്നത് മുടിപ്പാനും അറുപ്പാനും കൊല്ലുവാനുമാണ്. അതല്ലാതെ നമ്മെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ജനം എന്താ ചിന്തിക്കുന്നത്? അവര് ദൈവത്തെ പുറകോട്ട് തള്ളിവിട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? ജനത്തെ, അവർ കാണുന്ന മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നവരായിത്തീരുന്നു. ജനത്തെ തൃപ്തിപ്പെടുത്താനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്തെന്ന് നാം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നു? ഇതൊക്കെയും ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ കാണുന്നതൊക്കെ ചപ്പും ചവറുമെന്ന് ഞാൻ എണ്ണിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉള്ളവനായിരുന്നു. അതുകൊണ്ട് നമ്മള് ഗലാത്യ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ആരായിരുന്നു എന്നുള്ള, പൗലോസ് ആരായിരുന്നെന്ന്. എന്നിട്ട് എല്ലാം വിട്ടിട്ടാണ് ഇത് ഇറങ്ങി വന്നിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? തന്നെ രക്ഷിച്ച തന്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ദൈവത്തെ പകച്ചോണ്ട് നടന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം തന്നെ ഞാൻ ആരെന്നുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് തുടങ്ങി. ദൈവത്തെ സ്നേഹിച്ചപ്പോൾ പൗലോസിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൗലോസ് എവിടെ തടവറയിലായി, അപ്പോഴും എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും തൻ്റെതായിട്ടുള്ള രീതിയിൽ കൽത്തുറുങ്ങളിൽ ഇരിക്കുമ്പോഴും തന്നോട് കൂടെ പ്രവർത്തിച്ച, താൻ ജനിപ്പിച്ച, സുവിശേഷം കൊണ്ട് ജനിപ്പിച്ച തൻ്റെ ജനത്തിനോടും എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. ഒരിക്കൽ പറയുന്നു, എനിക്ക് മുമ്പേ അവൻ എനിക്കും നിങ്ങൾക്കും കൊള്ളാത്തവനായിരുന്നു, ഇപ്പോൾ എന്നാൽ നമുക്ക് പ്രയോജനമുള്ളവനായി മാറി. ആരെ? ഒനോസിമോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ. ഇങ്ങനെ പല വ്യക്തികളെ കുറിച്ച് അവിടെ നമുക്ക് കാണാം. ഈ ലേഖനങ്ങളൊക്കെ വളരെ അധികമായിട്ട് നമ്മൾ വായിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം വരത്തുള്ളൂ. ഇന്ന് പലരും ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ളവർ അല്പ കാര്യങ്ങളെ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ദൈവസഭയ്ക്കകത്ത് ദൈവജനം കടന്നു വരാൻ കുറഞ്ഞു പോകുന്നത്. എന്നാൽ ജനത്തിന് എന്ത് ചെയ്യണം? പിശാച് ഒരിക്കലും തടഞ്ഞു വെക്കാതെ ദൈവജനത്തെ സ്വാതന്ത്ര്യത്തോടെ വിടേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം? ജനം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ബലവാനെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടിയേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ബലവാനെ നാം പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ശിംശോന് സംഭവിച്ചതുപോലെ ഒരു സ്ത്രീയുടെ മുമ്പിൽ അവസാനം അവന്റെ ശക്തി എവിടെ നിന്നാണ് വന്നത്? എങ്ങനെയാണ് നിനക്ക് ഇത്രയും ബലമുള്ളത്? ഈ ബലം എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ 3-4 തവണ ശിംശോൻ കളിപ്പിച്ചു. അവസാനം സത്യം പറയാനിടയായി തീർന്നു. നിങ്ങൾ ആരുടെ മുമ്പിൽ പോയി നിങ്ങളുടെ തല വെക്കുന്നോ, ആരോടുകൂടെ സ്നേഹിതരായി തീരുന്നുവോ, ദൈവമക്കളോട് കൂടെ ആണെങ്കിൽ നിങ്ങൾ ആ സമയമാകുമ്പോഴത്തേന് നിങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കും. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ മക്കളുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾ എത്ര ദൈവവചനം കേട്ടാലും ഇന്ന് ഇവിടുന്ന് കേട്ടിട്ട് നാളെ ആ വഴിക്ക് അങ്ങ് പോകും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പിന്നെ അടുത്ത ആഴ്ച വേണം ഒന്ന് പാസ്റ്റർ ഫോൺ വിളിച്ച് തട്ടി ഉണർത്തി കൊണ്ടുവരേണ്ടത്. ഇന്ന് ഇവിടെ ഞാൻ ഇതുവരെ ഇത്ര മണിക്കാണ് ആരാധന എന്നുള്ള മെസ്സേജ് ഞാൻ ഇടുമ്പോൾ അത് കണ്ടിട്ട് ഇതുവരെ ഞാൻ വിളിച്ചിട്ടുമില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് വരുന്നത്. മറ്റു പലരെയും ഞാൻ വിളിക്കാൻ ഇടയാകുന്നു. വിളിച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കാൻ വരേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ എന്നെ രക്ഷിച്ച ദൈവം, ഞാൻ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു, എന്നെ വിടുവിച്ച ദൈവം, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ച ദൈവം, പാർക്കാൻ ഒരു പട്ടണം എനിക്ക് നൽകി തന്ന ദൈവം, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം നൽകി തന്ന ദൈവം, ഉണ്ണാൻ ആഹാരവും
ഉടുക്കാൻ വസ്ത്രവും എനിക്ക് നൽകി തന്ന ഒരു ദൈവം ഉണ്ടെന്ന് ആ ദൈവത്തെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയും. അതാരും വിളിച്ചിട്ടല്ല. ശിംശോനോട് ദൈവത്തിന്റെ ആത്മാവ് ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ ഈ ആത്മാവ് എന്ത് ചെയ്യും? ദൈവത്തോട് കൂടെ നടന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് സാധ്യമല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ എന്തായിരിക്കണം? കൂടുതൽ മുന്നോട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കണം. 1 യോഹന്നാൻ 3:8 വായിച്ചേ. ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. ഞാൻ ആ ബലവാന്റെ കാര്യത്തിലോട്ട് മടങ്ങി വരികയാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് എന്ത് ചെയ്യുന്നു? ആദ്യം മുതലേ പാപം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിലും നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നെയും പിന്നെയും എന്ത് ചെയ്യുന്നു? പാപം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമല്ല നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്ന, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. റെവലേഷൻ 12:7 കൂടെ ഒന്ന് വായിച്ചേ. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് വെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു ജയം വേണം. അവിടെ കണ്ടോ, സ്വർഗത്തിൽ പോലും എന്ത് ചെയ്യുന്നു? മീഖായേലും അവന്റെ ദൂതന്മാരും എന്ത് ചെയ്യുന്നു? പടവെട്ടുന്നു. അപ്പൊ ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവത്തോട് പടവെട്ടണോ വേണ്ടായോ? എതിർത്ത് നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എഫേസ്യർ 6-ാം അധ്യായം അതിന്റെ 10 മുതൽ 18 വരെ ഒന്ന് വായിച്ചേ. എഫേസ്യർ 6:10 മുതൽ 18 വരെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൽ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുകയും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുപ്പാൻ തക്കവതായ വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് നിൽക്കുകയും രക്ഷ എന്ന ശിരസ്ത്രം ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്യണം? എൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ ആദ്യം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കാരണം നമ്മൾ ഈ കാണുന്ന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമ്മൾ പോരാടേണ്ടത് ആരോടാണെന്നറിയോ? പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും അന്ധകാരത്തിൻ ശക്തികളോടും. അപ്പം നമുക്ക് നമ്മൾ പോരാടി ജയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യണം?
നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയത്തുള്ളൂ. ഈ പ്രാർത്ഥന നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് പോയി ഇരുന്നിട്ട്, പ്രാർത്ഥനയുടെ സമയത്ത് പോയി ഇരുന്നിട്ട് സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞിട്ട് അവിടെ അനുഗ്രഹിക്കണം ഇവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതൊന്നല്ല പ്രാർത്ഥന. അവരെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് നമ്മളിനി എടുത്തങ്ങ് അനുഗ്രഹിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ദൈവം കണ്ടിട്ടുള്ള ഏത് വ്യക്തിയും എന്ത് ചെയ്യുന്നു? അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്, അവർക്ക് കൊടുത്തോണ്ട് തന്നെയായിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പറയുന്നത് എന്താ, ആ വ്യക്തിക്ക് ഒരു സന്തോഷം വരും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സഭയില് ഒരു പുള്ളിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് സ്വോത്ര കാഴ്ച കൊടുക്കുന്നു, ദശാംശമൊക്കെ നന്നായിട്ട് കൊടുക്കുന്നു. എന്നാ പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ, വേറെ രീതി പറഞ്ഞാൽ അതൊന്നും ഇല്ലെന്ന്. അങ്ങനെയല്ല. നമ്മൾ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അവരെ അനുഗ്രഹിക്കുന്നത് എല്ലാം അവരുടെ ജനനം തൊട്ടേ ദൈവം അവരെ അറിയുന്നുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടതൊക്കെ ദൈവം നൽകി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? ശിരസ്ത്രം എന്ന ധരിക്കണം. അതാണ് ആ അധികാരത്തിന്റെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ദൈവത്തിന്റെ എന്ത് ചെയ്യണം? സർവായുധ വർഗം എടുക്കണം. അതിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയാം. അതിന്റെ താഴത്തെ വാക്യത്തോട്ട് വായിച്ചട്ടെ. അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം, നീതി എന്ന കവചം എന്ന് വെച്ചാൽ സത്യത്തിന്റെ രീതിയിൽ മാർഗത്തിലേ ജീവിക്കാവുള്ളൂ. നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ നിയമങ്ങളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഒരു പരിചയം വേണം. വാളെടുത്താൽ മാത്രം പോരാ, വിശ്വാസം എന്ന പരിചയം വേണം. നാക്കുകൊണ്ട് പലതും നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? എനിക്ക് എന്ത് നേരിട്ടാലും ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പോകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പോരാട്ടത്തിൽ ജയിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ നാക്കുകൊണ്ട് നമ്മൾ പറയും, പക്ഷേ ഞാനിന്ന് വരും കേട്ടോ, സമയമാകുമ്പോൾ വരത്തുമില്ല എന്ന് വെച്ചാൽ നാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നു? വാളുകൊണ്ട് പുറപ്പെടുവിക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ വരണമെന്നുള്ള ഒരു ചിന്തയേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഓഫീസിൽ പോകണമെന്നുണ്ടെങ്കിൽ 8 മണിക്ക് ഓഫീസിൽ പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7:45 പോയി നിൽക്കും. എന്തുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് അതില്ല? ഒരിക്കൽ മലാക്കിയിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തില് തോൽപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നാൽ ആ തോൽവിയിൽ നിന്ന് നിങ്ങൾ ജയം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കൊടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കാണത്തില്ല സഭയിൽ. ദൈവസന്നിധിയിലേക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ദൈവസന്നിധി കൊടുത്തേ പറ്റുള്ളൂ. അടുത്ത 18ാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാത്തിനും ഉപരി എന്ത് ചെയ്യണമെന്ന്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയും. എത്ര പേര് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ആരെ കൈയൊന്നും പൊക്കണ്ട, ഹൃദയത്തിലൊന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്നല്ല. എന്നാൽ ആത്മാവിൽ എത്ര നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നുണ്ട്, എത്ര നേരം ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ചില വാക്കുകളെ ദൈവം നൽകി തരും. അത് കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആത്മാവിലാണ് ആളിരിക്കുന്നത്. എന്നാൽ
പലരും അങ്ങനെയല്ല, ഒഴുക്കനെ അങ്ങ് പ്രാർത്ഥിച്ചു വിടുക. പിന്നെ സഭകളിൽ ആരെയും നാണം കെടുത്തുണ്ടെന്ന് ഓർത്തുണ്ട് അതിനൊന്നും ആരൊന്നും പറയത്തുമില്ല. ജനത്തെ നാണം കെടുത്താനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ നാണം കെടുത്താതെ നമ്മളെ സൂക്ഷിക്കാനാണ്. ആരെ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വിശുദ്ധിയെ കാത്തുകൊള്ളണം. ഒന്ന് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു പിടിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ, ഹല്ലേലൂയ. കാലം ദൈവത്തിന്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് അവരെ ജയിച്ചും ഇരിക്കുന്നു. ആര്? ഈ ലോകത്തിലുള്ളവരെ ജയിച്ചു. ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ലോകത്തിലുള്ളവരെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിന്ന് ജയിച്ച ജയമോ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പൊ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരാ? ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മൾ ലോകത്തെ ജയിച്ചവരാണ്. ജയിച്ചു മുന്നേറണമെന്നുണ്ടെങ്കിൽ ഈ എഫെസ്യ ലേഖനം 6 നമ്മൾ 10 മുതൽ 18 വരെ വായിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പോരാടി ദൈവസേനയിൽ ജയിക്കണം. എന്നാലേ നമുക്ക് ആ ബലവാനെ പിടിച്ചു കിട്ടാൻ പറ്റത്തുള്ളൂ. ഈ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പോരാടി ജയിച്ചാൽ മാത്രമേ എന്തൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നോ, എന്തൊക്കെ നമ്മെ പുറകോട്ട് വലിക്കുന്നോ, എന്തൊക്കെ നമ്മെ പ്രാർത്ഥിക്കാനായിട്ട് വിടാതെ ഇരിക്കുന്നോ, അത് സ്വയം ചിന്തിച്ചു നോക്കുക. അതിൽ നിന്ന് വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം മനസ്സിലാക്കി നാം ആ ബലവാനെ പിടിച്ചു കെട്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ജയിച്ച് മുന്നേറാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.